സ്കൂൾ കലോത്സവം മുതൽ എനിക്ക് സ്വാതി സുരേഷ് ബൈമി എന്ന ഏട്ടനെ അറിയാം. അദ്ദേഹം 5 വർഷം കോട്ടയം ജില്ലയിലെ കലാതിലകമായിരുന്നു. അന്ന് പ്രദീപ് സാറിന്റെ സ്റ്റുഡന്റാണ് ഞാനും ഏട്ടനും. പക്ഷേ എന്നെയൊന്നും ഏട്ടൻ ശ്രദ്ധിച്ചതേയില്ല. കലാതിലകമൊക്കെ ആയ വലിയ സംഭവമല്ലേ. സുന്ദരികളായ തരുണിമണികൾ ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു. +2 കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ ഏട്ടൻ്റെതായ വഴിയെ പോയി, ഞാൻ എന്റെ വഴിയും. പിന്നെ ഒരു വിവരവുമില്ല. കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ കണ്ടു. എന്റെ ഒരു കൂട്ടുകാരി ആ ഫോട്ടോ ലൈക്ക് ചെയ്തിരിക്കുന്നു. ഉടനെ അവളെ വിളിച്ച് അന്വേഷിച്ചു. ഇത് കലാതിലകമൊക്കെ ആയിരുന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അവളിലൂടെ എന്റെ ഏട്ടനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചു, എവിടെയാണ് എന്താണ് എന്നൊക്കെ. അതിനുശേഷം അദ്ദേഹം FM-ൽ ജോലി ചെയ്യുകയായിരുന്നു. അന്ന് സെലിബ്രിറ്റി ചാറ്റ് ഷോയുടെ ഭാഗമായിട്ട് സ്വാതി സുരേഷ് ബൈമി എന്ന ഒരാൾ വിളിക്കുമെന്ന് FM-ൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും ഞാൻ കാത്തിരുന്നു. വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, സ്വാതി സുരേഷ് ബൈമി അല്ലേ എന്ന്. ആ സംസാരത്തിന് ശേഷം ഒരു സൗഹൃദമുണ്ടായി. പിന്നീടൊരു അളിയ സൗഹൃദമായിരുന്നു. എപ്പോഴും വിളിക്കും. പക്ഷേ പ്രണയമായിരുന്നില്ല. ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു. വീട്ടിലെല്ലാവർക്കും അറിയുകയും ചെയ്യാം. 2011 നവംബറിൽ ഞങ്ങൾ വിളിച്ചു തുടങ്ങി. 2012 ജനുവരിയിൽ ആദ്യമായി കണ്ടു. ആദ്യ കാഴ്ച തന്നെ നല്ല മനപ്പൊരുത്തമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായി കണ്ടപ്പോൾ ഞാനൊരു നമ്പർ ഇറക്കി. എന്റെ സുഹൃത്തിനു വേണ്ടി ഏട്ടനെ ആലോചിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ആർക്കു വേണ്ടിയും അന്വേഷിക്കേണ്ട, തനിക്ക് വേണ്ടിയാണെങ്കിൽ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടതും മനസ്സിൽ ലഡുപൊട്ടി. ഞാൻ നല്ല ദൈവവിശ്വാസിയാണ്, ഏട്ടനും അതെ. അതുകൊണ്ട് ജാതകം നോക്കണമായിരുന്നു. ജാതകം നോക്കിയപ്പോൾ എനിക്കും ഏട്ടനും ജാതകത്തിൽ പാപമുണ്ട്. അങ്ങനെ ആ കടമ്പയും കടന്നു. 2012 ഡിസംബറിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞു. 2014 ജൂൺ 21 വിവാഹം നടന്നു. 2016 നവംബർ 11 ആയപ്പോൾ ഒരു കുഞ്ഞു വാവയും വന്നു. ധന്വിൻ എന്നാണ് ആ കുഞ്ഞിന്റെ പേര്. For latest news, like, share it and subscribe to Star Sun News.